ഒമാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ ഹജ്ജ് സംഘം പുണ്യനഗരിയിലേക്ക് യാത്ര തിരിച്ചു. 86 തീർത്ഥാടകരാണ് ഈ സംഘത്തിലുള്ളത്. മസ്കറ്റിലെ റൂവിയിൽ നടന്ന ചടങ്ങിൽ തീർത്ഥാടകർക്ക് യാത്രയയപ്പ് നൽകി. മസ്കറ്റ് സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റൂവി സുൽത്താൻ കാബൂസ് മസ്ജിദ് പരിസരത്തായിരുന്നു ഹാജിമാർക്കുള്ള യാത്രയയപ്പ്. മലയാളികൾ ഉൾപ്പെടെ 86 ഇന്ത്യക്കാരാണ് ഹാജിമാരുടെ സംഘത്തിലുള്ളത്. ഇതിൽ 39 പുരുഷന്മാരും 27 സ്ത്രീകളും ഉൾപ്പെടെ 66 പേരും മലയാളികളാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് ശേഷിച്ച 20ഓളം തീർത്ഥാടകർ. ഹാജിമാരും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ രാവിലെ തന്നെ സുൽത്താൻ കാബൂസ് പള്ളി പരിസരത്ത് എത്തിയിരുന്നു. മസ്കറ്റ് സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജി, അസീസ് ഹാജി കുഞ്ഞിപ്പള്ളി, മുസ്തഫ ഹാജി മട്ടന്നൂർ, ഹാഷിം ഫൈസി, ഫസൽ റഹ്മാൻ ദാരിമി, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം കൺവീനർ താജുദ്ദീൻ, ഷക്കീൽ ഹസൻ, ഷൌക്കത്ത് എന്നിവർ ഹാജിമാർക്ക് ആശംസകൾ നേർന്നു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൗലവി പ്രാർത്ഥന നടത്തി. നേരത്തെ സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹാജിമാർക്ക് ഹജ്ജ് പഠന ക്ലാസുകളും ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഇത്തവണ 14,000-ഓളം പേർക്കാണ് ഒമാനിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചത്. ഇതിൽ 220 പേർ വിദേശ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും 220 പേർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ജൂൺ 1 ഹാജിമാർ മസ്കറ്റിൽ തിരിച്ചെത്തും. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.